ഒരു കോമഡിയൻ ആയിട്ട് ആക്ട് ചെയ്യും. ഇയാൾ ഇത്ര മണ്ടനാണോ എന്താ ചെയ്യാന്നൊക്കെ. അവൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ചെറിയ ഈഗോ ഇഷ്യൂ അല്ലേ, നമുക്ക് വിഷമാവും ഈ ആൾ എന്തിനാ. I was not accepting myself. സുന്ദരനായ മൊട്ടയാണ് ഇരുന്ന് പറയാം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിലേക്ക് എത്തുന്ന ഒരു റായനൊക്കെ എനിക്ക് ശരിക്കും അങ്ങനെ വന്നിട്ടുള്ളതാണ്. എനിക്ക് സൂര്യ പോട്ടറിന്റെ ബേസിസിലല്ല വന്നിട്ടുള്ളത്. പക്ഷെ സൂര്യ പോട്ടർ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 വർഷം ഞാൻ വേസ്റ്റ് ചെയ്തു. അപ്പൊ എന്റെ കൃഷിയിൽ കാശില്ല. ഇപ്പൊ പടം ഒന്നും താല്പര്യമില്ല, ചെയ്യാനൊന്നും ഒരു താല്പര്യം. അവരങ്ങനെ ഒരു ക്യാരക്ടർ വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും ഞാൻ പോകും. എനിക്ക് അവരുടെ അടുത്ത് അത്രയും നന്ദിയും കടപ്പാടും ഞാൻ ഇപ്പോഴും പറയാതെ ഇപ്പോഴും മഹേഷിന്റെ പ്രതികാരം ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്ര പോലും എത്തും എന്നുള്ളത്. എല്ലാ പടവും റിസ്ക് അല്ലേ. സൈക്കോ വില്ലനെയൊക്കെ കാണിക്കുന്ന സമയത്ത് അത് ഗുണമായിട്ട് വന്നിട്ടുണ്ടല്ലേ, ആ ചൈൽഡിഷ്നെസ്. മഴ പാടം കുളിരായി വന്നതാരോ ഇവളോ. ആൾക്കാരെന്നെ ചീത്ത പറയുന്നു. രുദ്ര എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി രാജ് പി ചെട്ടി, അപർണ ബാലമുരളി. ഹായ്. ഹലോ രാജ്. രൂപാന്തര ചില സ്ഥലമൊക്കെ ഇമോഷണലി ഭീകരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. ചില കഥകൾ ശരിക്കും അതേ പറ്റിയിട്ട് പറയാം. ഇവിടെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തിട്ട് നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു സബ്ജക്റ്റ് ഹിറ്റാവുന്നത് നമ്മുടെ ഒരു ഭാഗ്യവും കൂടിയാണ്. നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചുള്ള മതിപ്പ് കൂടിയില്ലേ പറഞ്ഞ? എപ്പോഴും എനിക്ക് ഓഡിയൻസിനെ പറ്റി ഭയങ്കര മതിപ്പാണ്. വെറുതെ ഒരു സിനിമ വിജയിപ്പിക്കാറുമില്ല, വെറുതെ ഒരു സിനിമ പോകാറുമില്ല. ചില സിനിമകൾ ഓഫ് കോഴ്സ് വന്നിട്ട് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഓഡിയൻസ് എപ്പോഴും റൈറ്റ് ജഡ്ജ്മെന്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് എപ്പോഴും. കിഷ്കിന്ദാകാന്ഡം അതിന്റെ കണ്ടന്റും നമ്മുടെ ഡയറക്ടറും റൈറ്ററും ബാഹുലേട്ടനും രഞ്ജിത്തേട്ടനും ഒക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഷൂട്ട് ഭയങ്കര ലൈറ്റ് ആയിരുന്നു. നമുക്കും ഭയങ്കര ഇതൊരു ഭയങ്കര ഭാരമുള്ളൊരു ഷൂട്ടായിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കിഷ്കിന്ദാകാന്ഡത്തിന്റെ. പക്ഷെ കുട്ടേട്ടൻ ഈ പറഞ്ഞ മാതിരി കുറെ സീൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷെ അത് ആൾക്കാർ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ ഇത്തരം ഒരു ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പടമായിരിക്കും ഇതെന്നുള്ളത്? കാരണം ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും അതിന്റെ ഷൂട്ട് നടന്നിട്ടുണ്ടാവുക. ഭയങ്കരമായിട്ടുള്ള സംഭവ വികാസങ്ങളില്ല. പക്ഷെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെയായിരുന്നു നമ്മൾ അറിയില്ല അങ്ങനെ ഒരു സബ്ജക്റ്റ് ഈ പറഞ്ഞ മാതിരി. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഓണം പോലത്തെ ഒരു സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മള് ഇപ്പം വളരെ ആഘോഷിക്കുന്ന സിനിമകൾ നമ്മുടെ കൂടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ലൈക്ക് പ്രോപ്പർ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡാണല്ലോ വരിക. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു മൂഡുള്ള പടമല്ല ഇത് കിഷ്കിന്ദാകാന്ഡം. അപ്പൊ ആ സമയത്ത് ഇത് ഇറക്കുമ്പം നമ്മള് ആൾക്കാർക്ക് ആ ഒരു കാണാനൊരു മൂഡ് ഉണ്ടാവണമല്ലോ ആൾക്കാർക്ക്. ഇതിപ്പോ ഭയങ്കര സന്തോഷത്തിൽ ഓണത്തിന്റെ ഇതിലിരിക്കും. പക്ഷെ ഈ പറഞ്ഞ മാതിരി അവിടെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഓഡിയൻസിന്റെ റൈറ്റ് ജഡ്ജ്മെന്റ് കാരണം തന്നെയാണ് ആ സിനിമ ഭയങ്കര നന്നായിട്ട് ഇപ്പം അത്രയും ഫെസ്റ്റിവൽ മൂഡിൽ ഇറങ്ങിയ പടങ്ങളുടെ കൂടെ തന്നെ അത്രയും ഗംഭീരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചതും ഭയങ്കര നന്നായിട്ട് പോയതും. അടിപൊളി. ഈ പടത്തെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ അപർണയുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും നിങ്ങൾ ടർബോയിലൊക്കെ വന്ന് ഭയങ്കര ഹെലികോപ്റ്ററിലൊക്കെ ഇറങ്ങി പ്രകടനമൊക്കെ നടത്തി പോയിട്ട് അവിടെ ഗ്രാമത്തിലെ ഒരു ലേമാനായിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണ വില്ലൻ എന്ന് വിചാരിക്കാവുന്ന ഒരു ഗൂണ്ട സെറ്റപ്പ് ആണെങ്കിൽ പക്ഷെ ഒരു സാധാരണക്കാരനാണ്. എല്ലാ മാനറിസംസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. രാജു ഭയങ്കര രസമായിട്ടുള്ള. പക്ഷെ അതിലുപരി അതിലെ പല കഥകൾ 4 പേരാണല്ലോ നിങ്ങൾ പ്രധാനപ്പെട്ട കണക്ട് ചെയ്യപ്പെടുന്ന 4 കഥകൾ. അതിനകത്ത് ആ മനുഷ്യൻ ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ടൊരു നോക്കുന്ന നോട്ടമുണ്ട്. എൻ്റെ ഉള്ളിൽ പോട്ടെ എവിടെയാണ് നൊന്തെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് പോയി പിടിച്ചു. ശരിക്കും ആ പടത്തെ കോറൈറ്റർ കൂടെ ആയിരുന്നല്ലോ, സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നു. ആ പടം അങ്ങനെ വരുന്ന സമയത്ത് ചില സിനിമാറ്റിക് എലമെന്റ്സ് ഇനിയും ബൂസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ പടം ചെയ്യുന്ന സമയത്ത് സംവിധായകനുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ എന്തായിരുന്നു മനസ്സിൽ, എങ്ങനെ പ്ലേസ് ചെയ്യപ്പെടണമെന്നായിരുന്നു? അതിന് കംപ്ലീറ്റ് ക്രെഡിറ്റ് അതിന് ഡയറക്ടർ മിഥിലേഷ് എടവലത്ത് അവനിക്ക് പോകണം. എന്താ വെച്ചാൽ ആ ക്യാരക്ടർ ആ 2 പേരുണ്ടല്ലേ, ആ ഓൾഡ് കപ്പിൾ, അത് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നാലും നമ്മൾ ഇവിടെ എന്തിനാ ഇവിടെ വന്നത് അങ്ങനത്തെ ചോദ്യം ഞങ്ങൾക്ക് വരും. പക്ഷെ അവരുടെ ഉള്ളിൽ ഇവിടെ വരുമ്പോൾ എന്താ നടക്കുന്നത് അത് നമുക്ക് മനസ്സിലാവാനില്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ പെർസ്പെക്റ്റീവ് ദാറ്റ് ഫിലിം പുട്സ് ഇൻ ടു. അത് അവന് ആക്ച്വലി മിഥിലേഷ് വെൻ ഹീ റോഡ് ദ തിങ് ഇറ്റ് വാസ് വെരി ട്രാജിക്കൽ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇത് എനിക്ക് കുറച്ചും കൂടി റിലേഷൻ ഒരു റൊമാൻറ്റിക് ആയിട്ടും ചേഞ്ച് ആക്കാൻ പറ്റും.
അതെന്താ വെച്ചാൽ അത് റൊമാൻറ്റിക് ഇല്ലെങ്കിൽ ആ റിലേറ്റബിലിറ്റി കിട്ടൂല. പക്ഷെ അവരുടെ റൊമാൻസിലും കുറച്ചും കൂടി ഒരു ഹാർഡ് ഇതുണ്ട്, ഒരു റഫ് ആയിട്ട് ഒരു സിനിമാറ്റിക് റൊമാൻസ് അല്ല. അവരുടെ എപ്പോഴും ഫൈറ്റാണ്, അടിയാണ്. പക്ഷെ നീ രണ്ടുപേർക്കും അവരുടെ ഉള്ളിലുണ്ട്, I mean, how much the other person loves them. And when a person like him or her comes to Bangalore, that was the only dream. അപ്പോൾ അവർക്ക് എന്താ കാണും, അവരുടെ സിറ്റി എന്താ, പിന്നെ അവരുടെ ഇന്നോസെൻസുക്കും സിറ്റിയുടെ ഒരു ക്രൂവൽറ്റിക്കും ഡിഫറൻസ് എന്താ, ഇതാണ് എഴുതുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. അതിന്റെ എക്സ്പ്ലോറേഷൻ ആണ് രൂപാന്തര. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറും അതിൽ ആ ഓൾഡ് കപ്പിൾസ് ആണ്. അതെ, എൻ്റെ ഇപ്പോ കാണുമ്പോൾ എനിക്ക് ആ സ്റ്റോറി മാത്രം ഒരു പടം ചെയ്തിട്ടുള്ള അതെ, അത്ര കണ്ടന്റ് ഉണ്ട് അതിൽ. അതെ അതെ, അത് സ്ട്രോങ് ആണ്. ശരിക്കും ഉള്ളു നീറുന്ന ഒരു കണ്ടന്റ് എന്ന് പറയില്ലേ, നമ്മൾ അവർ കാണുമ്പോൾ അയാൾ ആ ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുന്ന സമയത്തെ ഞാനായിരുന്നു ശരിക്കും ക്യൂവിൽ. അയ്യോ അതെ, എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ പേടിച്ച സീനാണ്. അതെ, മനസ്സിലായി. അതെന്താ വെച്ചാൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, ആ ഡിസീസ് എന്താ ഇവനക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്നിട്ട് he will explain, like she will explain what is the disease and he cannot understand. The only question he asks is will she become proper. അത്രേ ഉള്ളൂ. ആ ക്യൂ നിൽക്കുമ്പോൾ അവനക്ക് അറിയില്ല ക്യൂ എന്താ. he will come and somebody will scold and like go there. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇവനാണ് ഹീറോ, പക്ഷെ നിങ്ങൾ ആ ക്യൂല് ഇന്നെങ്കിൽ ഈവൻ യു ഡു ദ സെയിം തിങ്, ലൈക്ക് ഗോ ആൻഡ് കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് ഹീറോ. we don't see the perspective of other human beings, and the beauty of cinema is it makes you think like other person, and it makes you think for other person. I think we explored rightly in Rupantara. That's the reason it's one of my favorite film. അടിപൊളി. ആ സിനിമ ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ആവണം കേട്ടോ. തീർച്ചയായിട്ടും. രുധിരത്തെ കുറിച്ച് സംസാരിച്ചോളാം. എന്താണ് ശരിക്കും രുധിരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ബ്ലഡ് ആണ്. ട്രെയിലർ കണ്ടു, കുറച്ച് ബ്ലഡൊക്കെ വീഴുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ മനുഷ്യനൊരു സൈക്കോ ആണെന്ന് അറിയാലോ. ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. ത്രില്ലർ ഡ്രാമ, ഒരു റിവെഞ്ച് എല്ലാം ഉള്ളൊരു അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിലേക്ക് എത്തുന്ന ഒരു കോൺസെപ്റ്റാണ് രുധിരം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ കഥയാണെങ്കിലും ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമ. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഇത് കമ്മിറ്റ് ചെയ്തതും. അത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് രുധിരത്തില്. കുറെ കാര്യങ്ങൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പം ആ ഒരു പുതുമയാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് സിനിമ ചെയ്യാൻ, കമ്മിറ്റ് ചെയ്യാനായിട്ട്. ശരിക്കും എന്താ രുധിരം? എക്സ്പ്ലോറേഷൻ. അവർ ഇപ്പോൾ നോർമലി കാണുമ്പോൾ നമുക്ക് ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റും, ഇയാള് ശരിയാണ്, ഇയാള് തെറ്റാണ്, ഇയാള് റൈറ്റ് ആണ്, റോങ് ആണ്. അതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഇതിൽ കുറച്ചും കൂടി ബ്ലറാവും. സോ എൻ്റെ ക്യാരക്ടറുടെ പേരാണ് മാത്യു. അവനൊരു ഡോക്ടറാണ്, ഒരു നോർമൽ ലൈഫ് ഉണ്ട്, പക്ഷെ അവൻ്റെ ഉള്ളിലൊരു പെയിൻ ഉണ്ട്, അവൻ്റെ ഉള്ളിലൊരു ഹാർഡ്നെസ് ഉണ്ട്, പിന്നെ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഇതിന്റെ എക്സ്പ്ലോറേഷൻ ആണ് രുധിരം. സോ ഹൗ ഫാർ എ പേഴ്സൺ മൈറ്റ് ഗോ ഫോർ റിവെഞ്ച്, അത് അവനക്ക് എങ്ങനെ ബാധിക്കൂ, അത് വേറെ ആൾക്കാർക്ക് എങ്ങനെ ബാധിക്കൂ. പക്ഷെ അവൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്കത് ശരിയാണ്, ഇവളുടെ സ്റ്റോറി കേൾക്കുമ്പോൾ അതും ശരിയാണ്. സോ ഇറ്റ് മേക്സ് യു ലൈക്ക് ബ്ലർ ദ ലൈൻ ഓഫ് ജഡ്ജ്മെന്റ്. അതാണ് രുധിരം. ഈ ടോബിയിലെ ചില മാനറിസംസ് ഇഷ്ടപ്പെടുന്നു. ഈ ടർബോയില് ഞാൻ മുമ്പ് രാജനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചാടി കയറിയിരിക്കുന്ന ഒരു മാനറിസം, അത് ഒരു വേറൊരു സംഗതിയാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഗതിയാണ്. അതേപോലെ തന്നെയാണ് ഈ രൂപാന്തരയിൽ ഈ കൈ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സീനുണ്ട്. വേറെ ലെവൽ സാധനം. നിങ്ങൾ എന്തിനാ അത്ര നീട്ടിയത്? അത് നീട്ടും തോറും ഉണ്ടല്ലോ ഈ സാധനം. ഇതൊന്നും പറഞ്ഞു. ഇപ്പൊ നമുക്ക് ആക്ട് ചെയ്താൽ അത് വരില്ലേ, അത് നിങ്ങൾക്ക് ബിലീവ് ചെയ്യാനല്ലേ. അവന്റെ അടുത്ത് പറഞ്ഞു, നീ ബൈറ്റ് ചെയ്തു, ഐ വിൽ പുഷ് യു ബട്ട് യു ഡോണ്ട് ലീവ് മീ. ഓ അങ്ങനെയല്ലേ, ഇല്ലെങ്കിൽ അത് കാണുമല്ലേ. If I put a leg, in one scene I'll put a leg on his face and I'll kick and push and the hand is not coming. So അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയാൽ എനിക്കും അത് വേണം. അപ്പോൾ എന്നെ നീ പേടിക്കണ്ട. സോ ചെറുതായിട്ട് എന്താ ഇത് കവർ ചെയ്തു. സോ അതിന്റെ മേൽ അവൻ പിടിച്ചു. പക്ഷെ വേദന ഉണ്ട്, എനിക്കും നല്ല വേദന ഉണ്ട്. അയ്യോ എന്താ ചെയ്യുന്നത് ഇവർക്ക്. പക്ഷെ ദാറ്റ്സ് ദ റീസൺ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഈ സീൻ ഒരു ലൈക്ക് ലെറ്റ് ദ സീൻ ഫിനിഷ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ സ്പേസ് വി
need the audience to travel. പക്ഷെ ഇത്രയും നീട്ടണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എടുത്തു വെച്ച് ഇയാൾ ഇത്ര മണ്ടനാണോ എന്താ ചെയ്യാന്നൊക്കെ. See, if that doesn't translate to you, it won't remain in you. It should remain in the space because അവൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഈഗോ ഇഷ്യൂ അല്ലേ അവന്റെ, ഒരു പ്രോബ്ലമും ഇല്ല. എൻഡിൽ അവന്റെ മുഖം കാണുമ്പോൾ നമുക്ക് വിഷമാവും, ഈ ആൾ എന്തിനാ, why did he got murdered for nothing, for nothing. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രം അത് ബാധിക്കും നമുക്ക്. അയ്യോ എങ്ങനെയല്ലേ ലൈഫ്, എങ്ങനെയല്ലേ വെറുതെ ചുമ്മാ പോയി ഒരു ലൈഫ്. ഐ തിങ്ക് ദാറ്റ് നീഡ്സ് ടു ട്രാൻസ്ലേറ്റ് rather than other things. അതേപോലെ തന്നെ 777 ചാർലിക്കകത്ത് നിങ്ങൾ കോമഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കൊമേഡിയനായിട്ട് തന്നെ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നതാണ് ഒരു അഭിനയത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ലൈറ്റർ ആയിട്ടുള്ള ഒരു പടം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ സക്സസ് ഭയങ്കര ഹ്യൂജ് സക്സസ് ആയിരുന്നല്ലോ. അതിന്റെ സക്സസ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ആ സമയത്ത് എന്തായിരുന്നു തോട്ട് പ്രോസസ്? ഇത് എങ്ങനെ സക്സസ് ആവും? ഒരു ചെറിയ റോൾ അല്ലേ, അതൊക്കെ എഴുതുകാരനായി വർക്ക് ചെയ്തിട്ടുണ്ട് 777 ചാർലി. പിന്നെ ആ റോൾ ചെയ്തു. എന്റെ ജോബ്, I don't have any responsibility towards the film. അത് അക്ഷയ് ഷെട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. പക്ഷെ എഴുതുകാരനായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എന്താ ഡയറക്ടർ എന്താ വേണോ അത്, the story is completely his. So to write what he needs, അത് ചെയ്തു ഞാൻ. പിന്നെ വിട്ടു. അതെന്തിനാ സക്സസ്, എന്തിനാ നമുക്ക് വേണ്ട. ഓക്കെ, അതിന്റെ ലെസൺസ് നമുക്ക് വേണം. അത് പിടിച്ചിട്ട് ഓക്കെ അടുത്ത നമുക്ക് പ്രോജക്റ്റിൽ കയറുക. ഇല്ലെങ്കിൽ എന്താവും, ലൈക്ക് ജസ്റ്റ് why do you want to celebrate success? Okay, it got success. Okay, fine. Learn next thing. Okay, you be happy for it. പക്ഷേ you don't go everywhere and celebrate it, like it doesn't matter. Even for failure, even if a film fails, you don't cry for a whole year. You will sit and approach and see how did my ego came in between this project, what did I do badly. Because ഇപ്പോൾ എൻ്റെ പ്രോബ്ലം ആയെങ്കിൽ എനിക്ക് ശരിയാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇല്ലല്ല അത് നമ്മുടെ പ്രൊഡ്യൂസറുടെ പ്രോബ്ലമാണ്, ഇല്ലെങ്കിൽ അവളുടെ പ്രോബ്ലമാണ്, ഇവളുടെ പ്രോബ്ലമാണ്. പക്ഷെ ആര് ഡിസൈഡ് ചെയ്തു ആ പ്രൊഡ്യൂസർ വേണം, നിന്റെ അല്ലേ, നീനല്ലേ, അപ്പൊ നിന്റെ പ്രോബ്ലമാണ്. സോ യു നീഡ് ടു കറക്റ്റ് ദാറ്റ്. സോ അതാണ് പ്രോസസ്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇന്നൊരു പടം ഉണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, കുറച്ചും കൂടി കോമഡിയാണ്. ഞാൻ ഒരു കോമഡിയൻ ആയിട്ട് ആക്ട് ചെയ്യും. അതന്നെ ശരിക്കും റായൻ ചെയ്യുന്നു, മനോരഥങ്ങളിൽ വരുന്നു. സൂര്യരി പോട്ടർ ശരിക്കും തന്നിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ട്. അത് ശരിക്കും ഇത്തരത്തിലുള്ള പടങ്ങളിലേക്ക് കൂടുതൽ കാസ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഒബ്സർവേഷൻ നോക്കിക്കാണുന്നത്? അല്ല, സൂര്യരി പോട്ടർ വേറെ തന്നെ ഒരു സിനിമയാണ്. അത് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ എനിക്ക് വരുത്തിയിട്ടുണ്ട്. എനിക്ക് സിനിമയോടുള്ള അപ്രോച്ച് ആണെങ്കിലും, പിന്നെ ഒബ്വിയസ്ലി അവാർഡ് ആണെങ്കിലും, അതും പിന്നെ ഞാൻ സിനിമ എങ്ങനെ ആ സിനിമ വർക്ക് ചെയ്ത രീതി എല്ലാം കൊണ്ടും എനിക്ക് സൂര്യ പോട്ടർ ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. പക്ഷെ അത് കാരണം ബാക്കിയുള്ള സിനിമകൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം റായൻ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഞാൻ സൂര്യ പോട്ടറിൽ അഭിനയിച്ചുകൊണ്ടല്ല എന്നെ അതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സൂര്യ പോട്ടറിന്റെ സക്സസ് കാരണം അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു സിനിമ കണ്ടോണ്ട് വേറെ അതും ഒബ്വിയസ്ലി അത് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അതും സന്തോഷം തന്നെയാണ്. പക്ഷെ നമ്മൾ അത് ആ പ്രീ ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് നമ്മളെ ഒരു ക്യാരക്ടറിനെ വിളിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സന്തോഷം തോന്നും. വേറെ ഇപ്പൊ മഹേഷിന്റെ പ്രതികാരം കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ വിളിക്കുന്നത്. അപ്പം അതിനൊരു വേറെ സന്തോഷമുണ്ട്. അപ്പം റായനൊക്കെ എനിക്ക് ശരിക്കും അങ്ങനെ വന്നിട്ടുള്ളതാണ്. എനിക്ക് സൂര്യ പോട്ടറിന്റെ ബേസിസിലല്ല വന്നിട്ടുള്ളത്. പക്ഷെ സൂര്യ പോട്ടർ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര നല്ല കുറെ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് എപ്പോഴും ഞാൻ സുധാ മാമിന്റെ അടുത്ത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. മഹേഷിന്റെ പ്രതികാരത്തിൽ തന്നെ പിച്ച് ചെയ്യുന്നു. അവരുടെ തന്നെ ഗ്രൂപ്പിലെ തങ്കത്തിലേക്ക് വരുമ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് സിനിമയാണ്. ആ കഥ കേൾക്കുന്ന സമയത്ത് മനസ്സിൽ എന്താ അപർണയുടെ മനസ്സിൽ പോയെന്ന് മനസ്സിലായിട്ടില്ല. കാരണം അത് വേറൊരു നെറേറ്റീവ് ആയിരുന്നു. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം ക്ലൈമാക്സ് ഒന്നും അങ്ങനെയൊന്നും ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ആ ഒരു ധൈര്യം ഒക്കെ അത് വായിക്കുന്ന സമയത്ത് മൊത്തം വായിച്ചിരുന്നു. എങ്ങനെയായിരുന്നു അത് ക്യാരക്ടർ? എനിക്ക് ശ്യാമേട്ടൻ കഥ പറഞ്ഞു തരാ ചെയ്തത്. ബിക്കോസ് എനിക്കിപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് അതിൽ ചെയ്യാനില്ലെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ തങ്കം ഷൂട്ട് ചെയ്യുന്നതിന് ഒരു കുറേ നാൾ മുന്നേ കേട്ടതാണ് തങ്കത്തിന്റെ കഥ. ഞാൻ തങ്കം ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ തിങ്ക് പ്രീ കോവിഡ് ഞാൻ കേട്ടതാണ് തങ്കം, കമ്മിറ്റ് ചെയ്തതാണ് തങ്കം. അപ്പം ആ സമയത്ത് ഞാൻ കഥയുടെ ഒരു പ്രമൈസ് മൊത്തം കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മഹേഷ് പ്രതിയാണെങ്കിലും തങ്കമാണെങ്കിലും നമുക്കൊരു
അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ രീതി വേറെയാണ്. അല്ല ഫുൾ എല്ലാം ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാട്ടിലും നമുക്ക് അപ്പം ആ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണെങ്കിലും എന്താണെങ്കിലും അവിടുന്ന് കുറേ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് അവരുടെ. അപ്പൊ അത് ഇതിലും തങ്കത്തിലും അങ്ങനെ തന്നെ ആ ഒരു വർക്കിംഗ് പാറ്റേൺ തന്നെയായിരുന്നു. പക്ഷെ ആ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. പിന്നെ ഈ ടീമിന്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയ്ക്കും ക്യാരക്ടറിനപ്പുറത്തേക്ക് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ദിലീഷ് ഏട്ടൻ, ശ്യാമേട്ടൻ, ഉണ്ണിമായ ചേച്ചിയൊക്കെയാണ്. അപ്പം അവരങ്ങനെ ഒരു ക്യാരക്ടർ വിളിക്കുമ്പോൾ ഞാൻ എന്തായാലും ഞാൻ പോകും. എനിക്ക് അവരുടെ അടുത്ത് അത്രയും നന്ദിയും കടപ്പാടും ഞാൻ ഇപ്പോഴും പറയാതെ എപ്പോഴും. പക്ഷെ അതിനേക്കാളും അപ്പുറം ഒരു ഫാമിലി എന്നുള്ളൊരു ഫീലുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻറ്റും ആണ് സിനിമയിൽ. ഇപ്പം ഞാൻ അങ്ങനെ അവരുടെ മഹേഷിൻ്റെ പ്രതികാരം ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്ര പോലും എത്തും എന്നുള്ളത്. ഒരിക്കലും എത്തൂല. അപ്പോൾ അത് എപ്പോഴും ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആസിഫ് അലിയുമായിട്ട് പടങ്ങൾ ചെയ്യുമ്പോൾ ആസിഫ് അലിയുടെ ആക്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര മതിപ്പുള്ളവാക്കുന്ന ആക്ടിങ് ആണ്. ആക്ടർ എന്നുള്ള രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ അഭിനയിക്കുന്ന സമയത്ത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി അഭിനയിക്കുന്നുണ്ട്. 3-4 പടങ്ങളായിപ്പോൾ ആ ആസിഫ് അലിയുടെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് ഓൺ സ്ക്രീൻ നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടെ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആസിഫിന് എങ്ങനെയാണ് ആ സമയത്തുള്ള അഭിനയം കാണുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിലാവാറുണ്ടോ ഇത് എന്തൊക്കെയാണ് ആസിഫിൽ വരുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ പഠിക്കുന്നുണ്ട് ആസിഫ്? ഇല്ല, അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും ഫോർമലായിട്ടൊന്നും ചോദിക്കാറോ ചെയ്യാറോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒക്കെ ചെയ്യുന്ന ഓരോ സിനിമകളും തലവനാണ്. ഏതൊരു സിനിമയാണെങ്കിലും അതിൻ്റെ ഒരു അത് കാണുമ്പം അതിലൊരു വളരെ സട്ടിലായിട്ടുള്ള റിയാക്ഷൻസ് കാണുമ്പോഴാണേലും ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ഏത് സിനിമ എടുത്താലും ഇപ്പം ഉയരയിൽ ഒക്കെ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ആസിഫ്ക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്യും. പിന്നെ ഒബ്വിയസ്ലി ആ പേഴ്സണലി എനിക്ക് ഇക്കാനും ഭയങ്കര കുറേ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്ത കാലം തൊട്ടിട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ്. ഭയങ്കര നല്ല ഫാമിലി ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രണ്ടുപേരുടെ സക്സസിന് ഒരുപാട് സന്തോഷിക്കുന്ന 2 ആൾക്കാരാണ്. അത് ഏത് സിനിമ കണ്ടാലും, എൻ്റെ സിനിമ കണ്ടാലും ഇക്ക എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഇക്കയുടെ സിനിമ കണ്ടാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ കിഷ്കിന്തയും കൂടെ നല്ലോണം അതിൽ ചില സീനുകളുണ്ട്. ലാസ്റ്റ് കാറിന്ന് ഫോൺ വിളിക്കുന്ന സീനാണെങ്കിലും അങ്ങനത്തെ അച്ഛൻ്റെ അടുത്തുള്ള ലാസ്റ്റ് കോൺവെർസേഷൻ, അത് ഞാൻ കുറച്ച് തവണ സിനിമ കണ്ടിട്ടുണ്ട്. നമ്മൾ തിയേറ്റർ വിസിറ്റ് അത്രയും തവണ ഞാൻ ആ സീനിന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എല്ലാ തവണയും കാണുമ്പോഴും എനിക്ക് ആ സീൻ ഭയങ്കര ഫ്രഷ് ആണ്. എനിക്ക് ആ സീൻ ഭയങ്കരമായിട്ട് എന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ടച്ച് ചെയ്യുന്നൊരു സീനാണ് കുട്ടേട്ടനായിട്ട് ഇക്ക ചെയ്തിട്ടുള്ള ലാസ്റ്റ് സീൻ. അപ്പം അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഐ എം ഓൾവേസ് പ്രൗഡ് ഓഫ് ഹിം. അങ്ങനത്തെ ഒരു ഫീൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഉണ്ട്. കിഷ്കിന്ധകാണ്ഡത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വിജയരാഘവൻ ചേട്ടൻ്റെ അഭിനയത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി ചെയ്തിരിക്കുന്ന വലിയ സംഭവം അല്ല എന്ന് തോന്നുന്ന ചില സീൻസിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് കൽപ്പിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ മനസ്സിലൂടെ പോയിട്ടുള്ളത്. പിന്നെ രണ്ടാമത് വാച്ച് ചെയ്യുമ്പോൾ വേറൊരു ഫീലാണ്. അപ്പം റീവാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സമയത്തൊക്കെ സിനിമ കാണുമ്പോൾ അപർണ ഓരോ പ്രാവശ്യം കാണുമ്പോൾ മാറിയിട്ടുണ്ടാവാം. ആ സമയത്തൊക്കെ അപർണയും കൂടെ ഉണ്ടായിരുന്നല്ലോ സെറ്റില്. ചില ഷോർട്സ് ഒക്കെ വെക്കുന്ന സമയത്ത് ശരിക്കും ഇതിന്റെ ഒരു ഇമ്പാക്ട് തിയേറ്ററിൽ ഇങ്ങനെ ആവുമെന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. നമുക്ക് അറിയില്ല. ഇപ്പൊ കുട്ടേട്ടൻ ആ സമയത്ത് ചെയ്ത കുട്ടേട്ടൻ ഭയങ്കര രസമാണ് കുട്ടേട്ടനോട് വർക്ക് ചെയ്യാനായിട്ട്. ആളുടെ കുറെ ഇൻപുട്സ് ഒരുപാട് ഓരോ സീനിലും നമ്മൾക്കാണെങ്കിലും ഇപ്പം ദിൻജിത്തായിട്ടാണെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് ഓരോ സീനും ചെയ്യുക. കുട്ടേട്ടൻ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് ഫുൾ ഇറങ്ങിയിട്ടാണ് ഓരോ ക്യാരക്ടറും ചെയ്ത് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ നെയ്മർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടത്, അതിൽ ഒരു അച്ഛൻ്റെ ക്യാരക്ടറായിട്ട് കുട്ടേട്ടൻ ചെയ്യുന്നത് അത് വേറെ തന്നെ ഒരു കുട്ടേട്ടനാണ്. ഞാൻ എന്നിട്ട് തിരിച്ച് സെറ്റിൽ വരുമ്പോൾ ഈ മനുഷ്യൻ തന്നെയാണോ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, നിങ്ങൾ തന്നെയാണോ അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ഓൾവേസ് ഹാവ് ബിൻ എ ഹ്യൂജ് ഫാൻ ഓഫ് ഹിസ് ആക്ടിങ്. അപ്പം ഈ സിനിമയിലാണെങ്കിലും നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതും കുട്ടേട്ടൻ വളരെയധികം ചിന്തിച്ചിട്ടാണ് ഓരോ സീനുകളും പ്രോസസ്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ അപ്പം ചിലപ്പം ഇതങ്ങനെ വേണോ വേണ്ടേന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ കുറേ ഡിസ്കഷൻസ് ഡയറക്ടറും കുട്ടേട്ടനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെല്ലാവരും കണ്ട മാതിരി ഒരു എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് അപ്പു പിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടർ. അടിപൊളി. നിങ്ങളുടെ ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് മൊട്ടയെ കഥയെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അതൊരു സോഷ്യൽ മെസ്സേജിന് വേണ്ടിയിട്ടാണോ അതേ ഒരു സിനിമയായിട്ടൊക്കെ അപ്രോച്ച് എന്നുള്ള രീതിയിലാണോ അതിനെ കണ്ടത്? എൻ്റെ ലൈഫിൽ അതിന് മുമ്പ് പടം ചെയ്യുന്നതിന് 3 വർഷം ഞാൻ വേസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ കൃഷിയിൽ കാശില്ല ഇപ്പോൾ. പക്ഷേ അപ്പോൾ എനിക്ക് ഒരു റിയലൈസേഷൻ വന്നു, എനിക്ക് പടം ഒന്നും താല്പര്യമില്ല, ചെയ്യുന്നൊന്നും ഒരു താല്പര്യം, എനിക്ക് കഥ പറയുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ.
അപ്പോൾ എനിക്ക് ഇങ്ങനെ തോട്ട്സ് വന്നു, അപ്പോൾ എന്തിനാ പടം ഷോർട്ട് ഫിലിം ചെയ്യുക. പക്ഷെ പൈസയില്ല. ആ സമയത്ത് RJ ആയിരുന്നോ? RJ എല്ലാം വിട്ടു. 3 years I kept on roaming, but films didn't happen. അപ്പോൾ എനിക്ക് ഓക്കെ, ഇപ്പോൾ ബഡ്ജറ്റും ഇല്ല, ആക്ടേഴ്സും നമുക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം അല്ലേ, അങ്ങനെ ഞാൻ എഴുതിയത് ഒന്ന് മുട്ടയക്കത്തെ. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാഡ് എ ഹെയർ, ഐ റോട്ട് എ ക്യാരക്ടർ അബൌട്ട് ദാറ്റ്. ഒരു 20 മിനിറ്റ് ഒരു ഇതാണ് എൻ്റെ ഷോർട്ട് ഫിലിമാണ്. സോ മൈ ഫസ്റ്റ് ഫിലിം, ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാഡ് money, I became an actor. Because I didn't had a money, I wrote a short film about myself. Only then world made me to do that film. അതിന് മുമ്പ് എപ്പോഴും wannabe films ആണ്, ഫിലിംസിന്റെ പോലത്തെ ഫിലിംസ്. I think we will watch films and we want to make films like that. ഇപ്പോൾ എൻ്റെ സോഴ്സ് വന്നു, പൈസ ഇല്ലല്ലോ, എന്താ എഴുതി, ഓക്കെ എൻ്റെ സ്റ്റോറി അല്ല, എൻ്റെ കഷണ്ടിയിലെ ഒരു കോമഡി ആക്കിയിട്ട് ഒരു കളിയാക്കിയിട്ട് നമുക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫിലിം. സോ ദ റീസൺ വൈ ഐ മേഡ് മൈ ഫസ്റ്റ് ഫിലിം വാസ് ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാഡ് മണി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷോർട്ട് ഫിലിം സംബഡി കേം ആൻഡ് ലൈക്ക് ദ ഷോർട്ട് ഫിലിം ആൻഡ് ടോൾഡ് ക്യാൻ ഐ മേക്ക് ദ ഇറ്റ് ആസ് എ ഫിലിം. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യുക, പക്ഷേ ആക്ട് ഞാൻ ചെയ്യൂലേ. എനിക്ക് ആക്ടർ, I didn't wanted to become actor, I didn't wanted to see my face on the screen. Even though when I was writing about something called as beauty complex and accept everybody as they are, I was not accepting myself. അല്ലേ, അതൊരു വലിയ സുന്ദരനായ മുട്ടയാണ് ഇരുന്ന് പറയുന്നത്. അത് വേണം, അത് ഹിപ്പോക്രസി. അത് അപ്പോ 2 months ഹീറോക്ക് വേണ്ടി നമ്മൾ എല്ലായിടത്തിലും ഓഡിഷൻ ചെയ്തു. പക്ഷെ ആ സട്ടിൽ, അതിൽ പെർഫോമൻസ് സട്ടിൽ വേണു. പിന്നെ ലാംഗ്വേജിൽ ഒരു സ്ലാങ് ഉണ്ട്, മംഗളാപുരത്തിന്റെ സ്ലാങ്, ആ സ്ലാങ് വേണു. പിന്നെ ആക്ച്വൽ കഷണ്ടി വേണു. അതെന്താ വെച്ചാൽ നമ്മുടെ വിഗ് വെക്കും നമ്മുടെ അടുത്ത് ഇതില്ല, എന്താ പൈസ ഇല്ല. അപ്പോൾ അത് ആരും കിട്ടില്ല. 2 months നമുക്ക് I couldn't find anybody. That's the reason I acted. But only after that film I could accept myself as I am. അതെന്റെ ഫസ്റ്റ് പടത്തിന്റെ. ഞങ്ങൾ അതിന് മുമ്പ് തന്നെ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ സുന്ദരനായ വില്ലനാണ്. ചില മാനറിസംസ് ഒക്കെ കാണുന്നത് ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു എന്ന് തോന്നും. എന്താണ് ഈ ഒരു ഹോംവർക്ക്, എന്താണ് ഒരു ക്യാരക്ടർ? അങ്ങനെയൊന്നുമില്ല. ആ ക്യാരക്ടറുടെ സൈക്കോളജിയാണ് ഹോംവർക്ക്. വി നീഡ് ടു ഗോ ടു ദ സൈക്കോളജി ഓഫ് ദ ക്യാരക്ടർ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എക്സാമ്പിൾ ഞാനുമുണ്ട്, എൻ്റെ ഇപ്പോൾ അനിയൻ ഇല്ലെങ്കിൽ ബ്രദർ ആരെങ്കിലും ഉണ്ട്. പക്ഷെ 2 പേരും വേറെ വേറെ ക്യാരക്ടേഴ്സ് ആണ്. ബിക്കോസ് 2 പേരും വേറെ വേറെ സൈക്കോളജിയാണ്. ബിക്കോസ് ദേ അപ്രോച്ച് സിറ്റുവേഷൻ ഇൻ എ വെരി ഡിഫറെന്റ് വേ. സോ ഇപ്പോൾ ഈ ക്യാരക്ടർ എന്തിനാ ഇങ്ങനെ, വൈ ഇസ് ഹി തിങ്കിങ് ഇൻ ദാറ്റ് വേ, വൈ ഇസ് ഹി ബിഹേവിങ് ഇൻ ദാറ്റ് വേ. അപ്പോൾ അവൻ്റെ സൈക്കോളജി നമുക്ക് മനസ്സിലാവണം, അവൻ്റെ ഇന്റൻഷൻ മനസ്സിലാവണം, അവനക്ക് എന്താ വേണുള്ളത്, ഈ സീനിൽ അവനക്ക് എന്താ വേണം. ഈ സീനിൽ ഐ നീഡ് ടു ഇൻസൾട്ട് യു, ഈ സീനിൽ ഐ നീഡ് ടു ഷോ ഹൗ ബിഗ് ഐ ആം ആൻഡ് ഐ അബ്സല്യൂട്ട്ലി നോ ദാറ്റ് ഐ എം പവർഫുൾ. അപ്പോൾ എൻ്റെ ക്യാരക്ടറുടെ ബോഡി ലാംഗ്വേജ് മാറും. അതെ, ഐ വോണ്ട് ടു ഇൻസൾട്ട് യു ബട്ട് ഐ എം അബ്സല്യൂട്ട്ലി നോട്ട് ഷുവർ വെദർ ഐ എം പവർഫുൾ ഓർ നോട്ട്. അപ്പോൾ ഒരു സാമാന്യ ഒരു വ്യക്തിയായിട്ട് മാറും. അത് വില്ലനാണ്, ഇതൊരു സാമാന്യനാണ്. ഒരു ചെറിയ സൈക്കോളജി മാറ്റം, ബോഡി ലാംഗ്വേജ്, ലുക്ക് എല്ലാം മാറും. പക്ഷെ ഒരു റൈറ്റർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ സിനിമ അപ്രോച്ച് ചെയ്യുന്നത് സിനിമാറ്റിക് ആയിട്ടുള്ള ചില കഥകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എന്താ മനസ്സിൽ ശരിക്കും സിനിമ ആർട്ട് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്നിട്ട് സിനിമയെ നമ്മൾ എങ്ങനെയാണ് ഒരു, എന്താണ് രാജ്ബി ഷെട്ടിയുടെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് സിനിമ? Cinema is art and also cinema is also business. So the moment you make it public, it's a business. There is no, even if you send it to festival, it's a business because you are expecting commercial പടത്തിക്ക് പൈസ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അപ്രിസിയേഷൻ, അവാർഡ്, ആ ഒരു കോമ്പറ്റീഷൻ, ആ ഒരു ബിസിനസ് പരിപാടികളുണ്ട്. ഐ തിങ്ക് ഐ നീഡ് ടു ബാലൻസ് ബോത്ത്. ഇപ്പോൾ എൻ്റെ മണ്ടത്തരത്തിൽ എൻ്റെ പ്രൊഡ്യൂസർ ഇഫ് ദേ ലൂസ് മണി, I don't think that I'm happy with it. ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വന്നത്. സോ ഞാൻ എൻ്റെ ഭാഗ്യമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഐ കനോട്ട് ലൂസ് സംബഡീസ് മണി and then tell that I have done a great film, I'm very happy about it. Okay, you are happy about it. What about your producer? അത് എനിക്ക് അത് അപ്പോൾ I think I will think about both. I don't know whether it's right or wrong, but as a person, I think I'm very responsible for my producer. Even with this film, I keep on asking the director what is about. How do you distribute, what is the thing, because I don't want to interfere or anything. I'm just thinking my producer need to be safe, my producer need to recover. I want this project, this producer to do lot more films in Malayalam.
that will be a blessing because such a great man. അതല്ലേ ശരിക്കും ഒരു ചൈൽഡിഷ്നെസ് ഉണ്ട് ചിരിയിൽ രാജ്ബി ഷെട്ടിക്ക്. അതൊരു വില്ലനെ, സൈക്കോ വില്ലനെയൊക്കെ കാണിക്കുന്ന സമയത്ത് അത് ഗുണമായിട്ട് വന്നിട്ടുണ്ടല്ലേ ആ ചൈൽഡിഷ്നെസ് ചിരി? അതല്ല, ആക്ച്വലി the thing is, see, you need to believe in the script. സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ട്. പിന്നെ അവർ കാസ്റ്റിംഗ് ചെയ്തു. സോ യു നീഡ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. ആൻഡ് അപ്പോൾ ഷൂട്ടിങ് പോകുമ്പോൾ അവരും അവരുടെ പ്രിപ്പറേഷൻ പറയും. സോ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ ഐ വിൽ കീപ് ഓൺ ആസ്കിങ് ലൈക്ക് ഷുഡ് ഐ ഡു ദിസ്, കൻ ഐ ഡു ദിസ്, ഷുഡന്റ് ഐ ഡു ദിസ്, ദാറ്റ് ദിസ് ആൻഡ് എവറിത്തിങ്. പിന്നെ അത്ര നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ, അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നെങ്കിൽ, അത്ര നല്ല ക്യാമറ വർക്ക് ഉണ്ടെങ്കിൽ ആര് വേണമെങ്കിൽ ലൈക്ക് നല്ല ഐ തിങ്ക് ദേ ക്യാൻ ലുക്ക് ബെറ്റർ ഇഫ് ദേ ആക്ട് ഡീസെന്റ്. So I think the whole credit needs to be shared with all the technicians. Actors the ഒരു ജോലിയാണ്, അവിടെ അത്ര പേരുണ്ട്. കോസ്റ്റ്യൂമും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് ക്യാരക്ടറായിട്ട് ഫീൽ അതെ, അത്ര മാത്രം. അപർണ പ്ലേബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ കൂടെ ശോഭിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ബിജുബാലേട്ടൻ്റെ മ്യൂസിക്കിൽ ആദ്യം തുടങ്ങാൻ പറ്റുന്നു, വിജയ് യേശുദാസുമായിട്ട് പാടാൻ പറ്റുന്നു, പിന്നീട് പി ജയചന്ദ്രനുമായിട്ട് നമുക്ക് പാടാൻ പറ്റുന്നു. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ട് പാട്ടിൽ രണ്ടുപേരും അഭിനേതാക്കളും പാടി എന്ന് പറയുന്ന രസകരമായ സംഭവം നടക്കുന്നുണ്ട്. ഈ കുടുംബത്തിൽ ഗായത്രി എന്ന് പറയുന്ന കുട്ടി ഗ്രാമി അവാർഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ശരിക്കും അതിന്റെ അതെ അതെ, അവള് എന്റെ കുടുംബക്കാരെല്ലാം ഭയങ്കര കലാകാരൻ. അതെ അതെ, എന്റെ വീട്ടിൽ ഗ്രാമീണ അവാർഡാണ്. ഗ്രാമി അവാർഡ് എന്റെ അമ്മയുടെ ചേട്ടന്റെ മോളാണ് അവള്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട്, അതായത് എന്നെക്കാളും എന്റെ അനിയത്തിയാണ് അവള്. പക്ഷെ അവള് സംസാരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ആയപ്പോ തൊട്ട് തുടങ്ങിയതാണ് പാട്ട് പാടാനായിട്ട്. അമ്മയാണ് ആദ്യം, അമ്മയച്ഛനുമാണ് ആദ്യമായിട്ട് അവള്, എൻ്റെ അമ്മയച്ഛനാണ് പാട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ അവള് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പഠിച്ചു. അവള് 12th, അതായത് അവളുടെ ഹൈസ്കൂള് ചെയ്തത് തന്നെ പീപ്പിൾ ഗ്രോവ് എന്ന് പറഞ്ഞ സ്കൂളിൽ മ്യൂസിക്കും കൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പോയി പഠിച്ചത്. അപ്പൊ ഇത്രയും ഇപ്പൊ ഞാൻ ഇപ്പൊ സിനിമയിൽ വന്നതിന് ഞാൻ പറയായിരുന്നു, സിനിമയിൽ വന്നത് എനിക്ക് ഒരു വലിയ ഭാഗ്യമായിരുന്നു. പക്ഷെ അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിനു വേണ്ടി വർക്ക് ചെയ്ത്, അതായത് അവൾക്ക് ഒരൊറ്റ ഗോൾ വിഷനേ ഉണ്ടായിരുന്നുള്ളൂ, മ്യൂസിക് എന്നുള്ളത്. അങ്ങനെ ബെർക്ക്ലിയിൽ പോയി, US ബെർക്ക്ലിയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവള് സോങ് റൈറ്റിങ്ങും ഇതൊക്കെ തുടങ്ങിയത്. അപ്പം ഇതിൽ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ആൽബത്തിലാണ് അവള് കോ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഷീ ഈസ് ബീൻ എ പാർട്ട് ഓഫ് ദാറ്റ്. അത് ഗ്രാമിയിൽ ഒരു ആൽബം നോമിനേഷന്, ബെസ്റ്റ് ആൽബം നോമിനേഷന് പോയിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം. അതായത് നമ്മളിപ്പം അവൾ അത്രയും വർക്ക് ചെയ്ത് കണ്ടിട്ട് അതിലേക്ക് ആ ഗോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര അഗ്രസീവ് ആണ് ടുവേർഡ്സ് ഹെർ പാഷൻ. അത് അവൾ ഒരിക്കലും വിട്ടുകൊടുത്തിട്ടുമില്ല, അത് ഒരിക്കലും എവിടെയും താഴ്ന്നിട്ടുമില്ല. ആ ഒരു തോട്ട് എവിടെയും ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ റിസൾട്ടാണ് ഇത്. അപ്പം ഐ ഹോപ്പ് നന്നായിട്ട് തന്നെ വരും എന്ന് വിചാരിക്കണം. അതിന്റെ സന്തോഷത്തില് അപർണയുടെ പാട്ട് മഴ പാടും കുളിരായി വന്നതാരോ ഇവള്. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തിന്നലായി തണലായി ഇനിയാരോ ഇവനോ, അറിയാതൊരോമൽ പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകെ തന്നെയായി നാം. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തിന്നലായി തണലായി ഇനിയാരോ ഇവളോ. ഓ അടിപൊളി. രാജിന്റെ സിനിമയിൽ വിളിച്ചു കഴിഞ്ഞാൽ പാട്ടും പാടും അല്ലേ? ആ, അഭിനയിക്കുകയും ചെയ്യും. അഭിനയത്തിന് പാട്ട് ഫ്രീ. അതെ, പാട്ട് എക്സ്ട്രാ ആണ്. ഓക്കെ, അത് കേട്ടിട്ട് കുറച്ചുപേരൊക്കെ ചെയ്യട്ടെ. രുദ്രത്തിലേക്ക് തിരിച്ചു വന്നാൽ, ആക്ച്വലി ഇതൊരു ത്രില്ലർ ജോണറുള്ള സിനിമയാകുമ്പോൾ ഒരുപാട് സിനിമകൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ സിനിമ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ആശങ്കയുണ്ടോ, ഇല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആശങ്ക മാറിയോ? എന്നാ ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരെന്താണോ ഉദ്ദേശിച്ചത് അത് കറക്റ്റ് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ടീസർ ആണെങ്കിലും ട്രെയിലർ മ്യൂസിക് ആണെങ്കിലും ആ ഒരു മൂഡ് എന്താണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആശങ്കയൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാ പടവും റിസ്ക് അല്ലേ, നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു സ്റ്റോറി നമുക്ക് ലിസൺ ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ഈ സ്റ്റോറി ഇങ്ങനെ ചെയ്താൽ നന്നാവും, അത് മാത്രം ആക്ച്വലി ട്രുത്ത്. വേറെല്ലാം അസംഷൻ ആണ്. എന്താ വെച്ചാൽ അത്
ഓഡിയൻസ് ആയിട്ട് നമ്മുടെ ജഡ്ജ്മെന്റ് അതെ. ഇത് നല്ല സ്റ്റോറിയാണ്, ഇത് നമുക്ക് ഇങ്ങനെ കണ്ടാൽ നല്ലത്, ഇതിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുള്ളത്. സോ വെൻ വി ഇഫ് ഇൻ ബിറ്റ്വീൻ ഇറ്റ് ഇഫ് എനി ഡൗട്ട് കംസ് ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഫോർ ദ ഫിലിം. ഫസ്റ്റ് ജഡ്ജ്മെന്റ് ഉണ്ടല്ലേ, ആ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റ് വരും, അതാണ് 100% ജഡ്ജ്മെന്റ്. ഓക്കെ. പിന്നെ എല്ലാ ഡൗട്ട്സും അത് ഡൗട്ട്സ് വന്നാൽ അത് നമുക്ക് ശരിയാക്കണം. അത് എനിക്ക് ഈ സ്റ്റോറി കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കുറച്ചും കൂടി ഡൗട്ട് വന്നു, ഇത് ക്യാരക്ടർ അത് കറക്റ്റ് ആണ്, കംപ്ലീറ്റ് 100% യു ആർ കൺവിൻസ് ദാറ്റ് ഓക്കെ യു നീഡ് ടു വാച്ച് ദിസ് ആസ് എ ഫിലിം. പിന്നെന്താ ആശങ്ക, അതിൽ തീർച്ചയായും എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്താൽ അത് നന്നായിട്ട് വരും. എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഡിയൻസ് നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ എല്ലാ ടെക്നീഷ്യൻസ്മാരും വന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇമാജിനേഷൻ നമുക്ക് ഡബിൾ ആവും. അപ്പോൾ അത് നല്ലത്. തീർച്ചയായിട്ടും ഇത് വിശ്വസിക്കുക. രുധിരം തിയേറ്ററിൽ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.